കാഴ്ചയില്ലാത്തവരുടെ ലോകം. അവിടെ കാഴ്ച എന്നത് കേവലം അന്ധവിശ്വാസം മാത്രമായിരുന്നു. മനുഷ്യരാശി ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന അന്ധതയെക്കുറിച്ചായിരുന്നു രാജീവ് അഞ്ചൽ ഗുരു എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകനോട് പറഞ്ഞത്. ഗുരു 4K ദൃശ്യമികവോടെ വീണ്ടും എത്തുന്നു എന്നാണ് സിനിമാ ലോകത്തു നിന്നുള്ള പുതിയ വാർത്തകൾ. മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു നാഴികക്കല്ലായിരുന്നു ഗുരു. 70ാമത് അക്കാദമി അവാർഡുകളിൽ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഓസ്കാർ വിഭാഗത്തിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. ഓസ്കാർ അവാർഡിനായി ഇന്ത്യ സമർപ്പിച്ച ആദ്യ മലയാള ചിത്രം ഗുരുവാണ്. ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയത് സാക്ഷാൽ ഇളയരാജയായിരുന്നു. ഗുരുവിലൂടെ ഒരു ഇന്ത്യൻ ചിത്രത്തിന്റെ സംഗീതം മുഴുവനായും ഒരു ഫോറിൻ സിംഫണി ഓർക്കസ്ട്രയെ കൊണ്ട് രാജ ചെയ്യിപ്പിച്ചു. അന്ധരുടെ താഴ്വരയിൽ സ്വയം കണ്ടെത്തുന്ന ഒരു മനുഷ്യന്റെ കഥ പറയുന്ന H.G. വെൽസിന്റെ ദ കൺട്രി ഓഫ് ബ്ലൈൻഡ്സ് എന്ന ചെറുകഥയാണ് ഗുരുവിലേക്കുള്ള വഴികാട്ടി. ഇതേ ചെറുകഥയാണ് അടുത്തിടെ ആഗോള ശ്രദ്ധ നേടിയ ആപ്പിൾ TV സീരീസായ സി എന്ന സീരീസിന്റെയും പ്രചോദനം. മതത്തിന്റെ അന്തസ്സത്തെ തിരിച്ചറിയണമെന്ന സന്ദേശമായിരുന്നു ഗുരു മുന്നോട്ട് വെച്ചത്. ഇരുളിൽ ആണ്ടുകിടക്കുന്ന ഒരു ജനസമൂഹത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു മിശിഹ പരിവേഷം സംവിധായകൻ രഘുരാമന് നൽകിയിട്ടുണ്ട്. 3 കോടി ചിലവിൽ നിർമ്മിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ വൻ ചലനങ്ങളൊന്നും ഉണ്ടാക്കിയില്ല എങ്കിലും ഇന്നും ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് കാലിക പ്രസക്തി കാത്തു സൂക്ഷിക്കുന്നു. രഘുരാമനും അന്ധരുടെ താഴ്വരയും ഇലാമപ്പഴവുമെല്ലാം 4K ദൃശ്യമികവിൽ വീണ്ടും എത്തുമ്പോൾ പ്രേക്ഷകർ എങ്ങനെ പ്രതികരിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം.